അങ്ങനല്ലടി ഞാൻ പറഞ്ഞേ. അതാണോ ഞാൻ പറഞ്ഞേ? എന്തുപറ്റിയടി? എന്റെ ഫ്രണ്ട് 40,000 വെച്ച് 2 years ബാക്ക് ഒരു AC മേടിച്ച്. കൂളിംഗ് നേരെ ആവുന്നില്ല, പിന്നെ കറണ്ട് ബില്ലും കൂടുതൽ വരുക. അവരെങ്ങനത്തെ AC മേടിച്ചത്? 5 star AC മേടിച്ച്. അവളുടെ റൂം സൈസിനനുസരിച്ച് 1.5 ton AC മേടിച്ച്. അവര് മാത്രമല്ല, ഇവൻ നമ്മളായാലും റൂം സൈസിന് പറ്റി ആൻഡ് സ്റ്റാർ റേറ്റിംഗ് നോക്കി AC എടുക്കും. ഇത് സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം നന്നായിട്ട് തന്നെ വർക്കാവും, പക്ഷെ സ്ലോ ആയിട്ട് കൂളിംഗ് കുറഞ്ഞ് പവർ ബില്ല് കൂടുതൽ വരും. സോ ഈ സമ്മറിൽ നിങ്ങൾ ACs മേടിക്കാൻ നോക്കുവാണെങ്കിൽ ഈ 2 ഫാക്ടേഴ്സിന്റെ കൂടെ ഞാൻ പറയുന്ന എല്ലാ ഫാക്ടേഴ്സ് കണ്ട് AC മേടിക്കുക. ആണ്, ഇതെല്ലാം ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞാൻ ലാസ്റ്റ് 90 days തൊട്ട് ഓൺലൈനിലുള്ള ബെസ്റ്റ് ACsനെ പർച്ചേസ് ചെയ്ത് ഡിഫറെന്റ് പ്ലേസസിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതെല്ലാം എങ്ങനെ വർക്ക് ആവുമെന്ന് റിയൽ ടൈമിൽ ടെസ്റ്റ് ചെയ്തു. എന്നാ ഞാൻ ബുക്കും പേന എടുത്തോണ്ട് വരാം. ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ചേച്ചി. ഇപ്പം പറ, റൂം സൈസ് ആൻഡ് സ്റ്റാർ റേറ്റിംഗ് അല്ലാതെ എന്തൊക്കെ നോക്കണം? അതൊക്കെ ഞാൻ പറയാം, പക്ഷേ നിനക്ക് എന്തറിയാന്ന് പറ. അത് സിമ്പിളാ. റൂം സൈസ് 100 to 150 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1 ton AC, 150 to 200 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1.5 ton, 200 to 250 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 2 ton AC മേടിക്കണം. വെരി ഗുഡ്. പക്ഷേ ACയുടെ കൂളിംഗ് റൂം സൈസിനനുസരിച്ച് മാത്രമല്ല, റൂമിൽ സീലിംഗിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്, റൂം A ഫ്ലോറിലുണ്ട്, സൺലൈറ്റ് എത്ര വരും, ഇതെല്ലാം കൂടി നോക്കണം. പക്ഷെ ഇതെല്ലാം എന്തിനാ ചേച്ചി? ശരി, നിനക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ റൂം ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് സ്ലാബിൽ വീഴും ആൻഡ് റൂം പെട്ടെന്ന് ഹീറ്റ് ആവും. ഇനി AC ഓൺ ചെയ്താലും റൂം കൂളാവാൻ ഒത്തിരി സമയം എടുക്കും. ഇത് കാറിനെ വെയിലത്ത് വെച്ച് ACനെ ഫുൾ സ്പീഡിൽ ഓൺ ചെയ്യുന്ന പോലെയാണ്. കാർ കൂലാവാൻ ഒത്തിരി സമയം എടുക്കും. ഇവിടെയും സെയിം സയൻസ് അപ്ലൈ ആവും. എനിക്കിപ്പോ മനസ്സിലായി. ഒരുപക്ഷെ റൂം ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടെങ്കിൽ റൂം സൈസിനനുസരിച്ച് 1 ton AC മേടിച്ചാൽ മതി അല്ലേ? അതേ റൂം ടോപ്പ് ഫ്ലോറിലുണ്ട് ആൻഡ് വിൻഡോസിന് കൂടുതൽ സൺലൈറ്റ് വരുവാണെങ്കിൽ 1.5 ton AC മേടിക്കണം. അപ്പൊ എന്റെ ബെഡ്റൂമിലേക്ക് 1.5 ton AC മേടിച്ചാൽ മതി. നിക്ക് ഇനിയൊരു കാര്യം ശ്രദ്ധിക്കണം. മാർക്കറ്റിലുള്ള എല്ലാ 1.5 ton ACs സെയിം പവർ കൊണ്ടല്ല വരുന്നത്. ഇനി ഇതെന്തുവാ? ഈ 1.5 ton ACസിൽ റേറ്റഡ് കൂളിംഗ് കപ്പാസിറ്റി എന്ന് കാണും. ഇത് ഡിഫറെന്റ് ACസിൽ ഡിഫറെന്റ് ആയിട്ടിരിക്കും. നിനക്കൊരു എക്സാമ്പിൾ കാണിച്ചോണ്ട് പറയാം. ഇവിടെ നോക്കിയാ രണ്ടും 1.5 ACs തന്നെയാണ്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്റ്റിക്കർ നോക്കിയാ റേറ്റഡ് കൂളിംഗ് കപ്പാസിറ്റി എന്ന് കാണും. ഫസ്റ്റ് ACയിൽ ഇത് 5000 വാട്ട്സ് ആണ് ആൻഡ് മറ്റേ ACയുടെ 4900 വാട്ട്സ് എന്ന് കാണിക്കുക. 100 watt ഡിഫറൻസ് അല്ലേ ഉള്ളൂ, അതിനെന്താ? ഇതിപ്പോ അല്ല, പീക്ക് സമ്മറിൽ ഇതിന്റെ ഡിഫറൻസ് കാണും. എന്തോ ഒരു AC മേടിക്കണമെങ്കിൽ ഇതെല്ലാം അറിയണോ? ഞാൻ വിചാരിച്ചിരിക്കുന്ന 3 star ആണെങ്കിൽ ചീപ്പ്, 5 star ആണെങ്കിൽ കണ്ണടച്ച് ഓർഡർ വെക്കാവുന്ന. നീ മാത്രല്ല, എല്ലാരും ഇങ്ങനെയാ വിചാരിക്കുന്നത്. പക്ഷെ A സ്റ്റാർ റേറ്റിംഗ് ആയാലും സിമിലർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യും. അതെന്താ സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞാൽ പവർ ബിൽ കൂടുമെന്നല്ലേ പറയുന്നേ? അങ്ങനെയൊന്നും ഇല്ല. ഗവൺമെന്റുകാര് ISCER എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് എത്ര കൂടുതലുണ്ടെങ്കിൽ ബില്ല് അത്ര കുറവായിരിക്കും. ഇനി മെയിൻലി 5 above ഉള്ളത് മേടിക്കാൻ ബെസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ യൂസേജിനനുസരിച്ച് A സ്റ്റാർ റേറ്റിംഗ് മേടിക്കണമെന്ന് ഡിസൈഡ് ആവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 8 hours കൂടുതൽ യൂസ് ചെയ്യുവാണെങ്കിൽ 5 star AC മേടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ യൂസേജ് കുറവാണെങ്കിൽ 3 star AC മതിയാവും. എന്നാ ഇത് അമ്മയ്ക്ക് സെറ്റാവും. എത്ര ചൂടുണ്ടെങ്കിലും 1 മണിക്കൂർ AC ഇട്ടിട്ട് ഓഫ് ആക്കും. അതും ശരിയാ. സോ നിങ്ങൾ കൂടുതൽ നേരം ACനെ യൂസ് ചെയ്യുവാണെങ്കിൽ 5 star ACനെ മേടിക്കുക. ആൻഡ് ഞങ്ങളുടെ അമ്മയുടെ കൂട്ട് 3 to 4 hours മാത്രമേ യൂസ് ചെയ്യുവാണെങ്കിൽ 3 star AC മതിയാവും. ചേച്ചി, ഒരു ഡൗട്ട്. നമ്മൾ എത്ര AC ഇട്ടാലും എന്താ ആവി എടുക്കുന്നത്? കൊല്ലം, എറണാകുളം ഇതെല്ലാം കോസ്റ്റൽ ഏരിയാസ് അല്ലേ, സോ ഹ്യൂമിഡിറ്റി കൂടുതൽ കാണും. സോ ഇവിടെ ഡ്രൈ മോഡ്, ഹ്യൂമിഡിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് ഉള്ള ACs മേടിക്കണം. ഇത് നമുക്ക് ഓൺലൈനിൽ ഡിഫറെന്റ് നെയിംസിൽ കിട്ടും. LGയിലാണെങ്കിൽ ഇത് ഡ്രൈ മോഡ്, മോൺസൂൺ കംഫർട്ട് എന്ന് കാണും. സാംസങ്ങിൽ ഓട്ടോ ഡ്രൈ മോഡ് എന്ന് കാണും. ഈ പാനസോണിക് ആണെങ്കിൽ ഡ്രൈ മോഡ് ഹ്യൂമിഡിറ്റി സെൻസിംഗ് എന്ന് പറയും. ആൻഡ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഈ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഒരു ഡൗട്ട്. നമുക്ക് വെയിലും ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലല്ലേ, അപ്പൊ ഔട്ട്ഡോർ യൂണിറ്റിന് കുഴപ്പമൊന്നും വരത്തില്ലേ? നല്ല ഡൗട്ടാ. മഴ പെയ്താലും അല്ലെങ്കിൽ വെയിലത്തായാലും ഔട്ട്ഡോർ യൂണിറ്റ് പുറത്തുള്ളത് കൊണ്ട് ഫസ്റ്റ് റസ്റ്റ് പിടിക്കാൻ തുടങ്ങും. നെക്സ്റ്റ് അത് വൈബ്രേറ്റ് ആവും ആൻഡ് ലാസ്റ്റിൽ ACയുടെ ഗ്യാസ് ലീക്കായി കൂളിംഗ് വരാതെ AC കേടാവും. ഇങ്ങനെ ഇനീഷ്യലി റസ്റ്റ് കൊണ്ട് സ്റ്റാർട്ടായി AC കംപ്ലീറ്റ് ആയിട്ട് കേടാവും. അല്ല, വെയിലത്തിരിക്കുകയാണെങ്കിലല്ലേ കുഴപ്പം. കവർ ആവാൻ ഒരു അംബ്രല്ല വെച്ചാ പോരെ? സൂപ്പർ മോളെ. ഇപ്പൊ വരുന്ന AC ബ്രാൻഡ്സ് എല്ലാം ആന്റി കൊറോഷൻ കോട്ടിംഗ് കൊണ്ടാണ് വരുന്നത്. സോ ഈ കോട്ടിംഗ് ഉള്ള ACs മേടിച്ചാൽ പെട്ടെന്ന് റസ്റ്റ് പിടിക്കത്തില്ല. ആണോ? ഇനി ഇതെങ്ങനെ നോക്കണം ചേച്ചി? ഈ കോട്ടിംഗ്സ് നിനക്ക് ബ്ലൂഫിൻ ഓഷൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ, ഗോൾഡ് ഫിൻ ഇങ്ങനെ ഡിഫറെന്റ് നെയിംസിൽ ആന്റി കൊറോഷൻ കോട്ടിംഗ് കൊണ്ടാണ് വരുന്നത്. സോ AC മേടിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഇതിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ.
എന്താ ഓക്കെ ഇപ്പൊ വരെ എന്ത് മനസ്സിലായെന്ന് പറ. റൂമിലോട്ട് വെയിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കുവാണെങ്കിൽ 1.5 അല്ലെങ്കിൽ അത് കൂടുതലുള്ള എ സി മേടിക്കണം. ഇനി ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഏരിയാസിലാണെങ്കിൽ ഡ്രൈ മോഡ്, ഇനി ഹ്യൂമിഡിറ്റി മോഡുള്ള എ സി മേടിക്കണം. ഇനി അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ 3 സ്റ്റാർ എ സി മതിയാവും. പിന്നെ എന്റെ കൂട്ട് കൂടുതൽ എ സി ഉപയോഗിക്കുന്നവർക്ക് 5 സ്റ്റാർ എ സി ബെസ്റ്റ് ആണ്. ഇനി ഔട്ട്ഡോർ യൂണിറ്റ്സിനാണെങ്കിൽ ആന്റി കൊറോഷൻ പ്രൊട്ടക്ഷൻ ഉള്ളത് മേടിക്കുന്നതാണ് ബെസ്റ്റ്. പെർഫെക്റ്റ് ആണ് ചേച്ചി. ഇൻവെർട്ടർ നോൺ ഇൻവെർട്ടർ എന്ന് പറയുമല്ലോ, അതിലേത് എ സി മേടിക്കണം? ഇപ്പൊ നോൺ ഇൻവെർട്ടർ ഏസീസ് ആരും യൂസ് ചെയ്യുന്നില്ല. 90% ഇൻവെർട്ടർ ഏസീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈവൻ ബ്രാൻഡ്സും ഇത് തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ രണ്ടിനും ഡിഫറൻസ് എന്തുവാ? അത് നോൺ ഇൻവെർട്ടർ ഏസീസ് ആണെങ്കിൽ കംപ്രസർ ഫിക്സ്ഡ് സ്പീഡിൽ റൺ ആവും. ഫോർ എക്സാമ്പിൾ എസിനെ 24 ഡിഗ്രീസിൽ വെച്ചാൽ ഒന്ന് റൂം ടെമ്പറേച്ചർ 24 ഡിഗ്രീസ് റീച്ച് ആയി കഴിഞ്ഞിട്ട് കംപ്രസർ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവും. നെക്സ്റ്റ് റൂം പിന്നെയും ഹീറ്റ് ആവുമ്പോൾ കംപ്രസർ ഓൺ ആവും. ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആവുന്നത് കൊണ്ട് കംപ്രസറിൽ ലോഡ് കൂടി കറണ്ട് ബില്ലും കൂടും. പക്ഷെ ഇൻവെർട്ടർ എ സി ആണെങ്കിൽ ഡിസൈർഡ് ടെമ്പറേച്ചർ റീച്ച് ആവുന്നവരെ കംപ്രസർ ഫാസ്റ്റ് ആയിട്ട് റണ്ണായി 30-40% വരെ റണ്ണായിക്കൊണ്ട് ടെമ്പറേച്ചറിനെ സ്മൂത്ത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെയും ഹീറ്റ് ഇൻക്രീസ് ആയാൽ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫിഷ്യന്റ് കൂളിംഗ് തരും. സോ അതുകൊണ്ട് ഇൻവെർട്ടർ ഏസിസിൽ നോയ്സ് ആൻഡ് വെയർ ആൻഡ് ടയർ കുറവായിരിക്കും. സോ ഇത് കാരണം കറണ്ട് ബില്ലും കുറവായിരുന്നു. ആണ് ചേച്ചി. അപ്പൊ എങ്ങനത്തെ ഹാർഡ്വെയർ ഉള്ള എ സി മേടിക്കുന്നത് ബെസ്റ്റ്? യൂഷ്വലി ഏസിസിൽ എത്ര ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്താലും ഹാർഡ്വെയറിൽ അത്രയ്ക്കൊന്നും ചേഞ്ച് കാണത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് ഫീച്ചേഴ്സ് പറയാം, അതൊക്കെ കാണത്തക്ക രീതിയിൽ നോക്കണം. ഇതിൽ ഫസ്റ്റ് നോക്കേണ്ടത് കോപ്പർ കോയിൽ. ഇത് 100% കോപ്പർ ആയിരിക്കണം. നെക്സ്റ്റ് നോക്കേണ്ടത് R32 ഗ്യാസ്. ഇത് എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. നേരത്തെ ആണെങ്കിൽ R22 ഗ്യാസ് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ മോസ്റ്റ്ലി ഇത് ആരും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഗവൺമെന്റും ഇതിനെ ബാൻ ചെയ്തു. ഒരു പക്ഷെ സെക്കൻഡ് ഹാൻഡിൽ എ സി മേടിക്കുകയാണെങ്കിൽ R32 ഗ്യാസ് ഉള്ളത് മേടിക്കുക. ആൻഡ് ഈ ഗ്യാസിന്റെ കൂടെ മോട്ടർ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. സിംഗിൾ മോട്ടർ ആണോ, ഡ്യുവൽ മോട്ടർ ആണോ, അല്ലെങ്കിൽ സ്വിംഗ് മോട്ടർ ആണോ എന്ന് നോക്കണം. പക്ഷെ ഇപ്പൊ വരുന്ന ബ്രാൻഡ്സ് എല്ലാം ഡ്യുവൽ ആൻഡ് സ്വിംഗ് മോട്ടർ കൊണ്ടാണ് വരുന്നത്. ചേച്ചി, എന്റെ ഫ്രണ്ട് വൈഫൈ ഉള്ള എ സി മേടിച്ചു. നമുക്ക് ഒരെണ്ണം മേടിക്കാം. കൂടിപ്പോയാൽ നീ എപ്പോ യൂസ് ചെയ്യാന്ന് പറ. ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുമ്പോ ഫാസ്റ്റ് ആയിട്ട് കൂളാവാൻ ഫോണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഇനി അമ്മയാണെങ്കിൽ റിമോട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതെല്ലാം എക്സ്ട്രാ ആണ്. അതിന് പകരം നോർമൽ എ സി മേടിച്ചാൽ മണി സേവ് ആവും. എന്നാ ഇപ്പൊ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ള എ സി വേണ്ടെന്ന് പറയുവാണോ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. യൂസ് ചെയ്യാത്തപ്പോ എന്തിനാ മണി വേസ്റ്റ് ആക്കുന്നത്? മനസ്സിലായി ചേച്ചി. നമുക്ക് മാർക്കറ്റിൽ വൈഫൈ, AI, 7-in-1 കൺവേർട്ടബിൾ, 6-in-1 കൺവേർട്ടബിൾ, ഇങ്ങനെ ഡിഫറെന്റ് ടെക്നോളജീസ് ഏസീസ് കാണും. സോ നിങ്ങൾക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഫീച്ചേഴ്സ് വേണമെങ്കിൽ അങ്ങനത്തെ ഏസീസ് മേടിക്കാം. അല്ല ഞങ്ങളുടെ കൂട്ട് റെഗുലർ യൂസേജ് ആണെങ്കിൽ നോർമൽ ഏസീസിന് മേടിക്കാം. ഇപ്പൊ എനിക്ക് എങ്ങനത്തെ എ സി മേടിക്കണം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. നിക്ക് ഇനി സ്റ്റെബിലൈസർ വാറന്റിനെ കുറിച്ച് നോക്കണം. ഇനിയുണ്ടോ? ശരി പറ. കുറെ പേര് സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യത്തില്ല. എന്നോട് ചോദിച്ചാ 100% സ്റ്റെബിലൈസർ യൂസ് ചെയ്യണം. എന്നാന്ന് വെച്ചാൽ നമ്മളുള്ള ഏരിയാസിൽ പവർ ഫ്ലക്ച്വേഷൻ, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇങ്ങനെയെല്ലാം ഫ്രീക്വന്റ് ആയിട്ട് കാണും. ഇത് കാരണം എ സി ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ 40,000 വെച്ച് മേടിച്ച എ സിനെ ഡാമേജ് ചെയ്യുന്നേക്കാൾ 2,000 റുപ്പീസ് വെച്ച് സ്റ്റെബിലൈസർ മേടിക്കുന്നതാണ് നല്ലത്. ഇനി വാറന്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഫസ്റ്റ് കോംപ്രഹെൻസീവ് വാറന്റി. ഇത് ഓവറോൾ എ സിയുടെ മേളിൽ കാണും. ഇത് എത്ര കൂടുതലുണ്ടെങ്കിൽ അത്ര നല്ലതാ. ഇപ്പൊ വരുന്ന ബ്രാൻഡ്സ് എല്ലാം മിനിമം 1 to 5 years വാറന്റി കൊണ്ടാണ് വരുന്നത്. സെക്കൻഡ് കംപ്രസർ വാറന്റി. ഇപ്പോഴല്ലേ പറഞ്ഞത്? അത് കോംപ്രഹെൻസീവ് വാറന്റി. ഇപ്പൊ പറയുന്നത് കംപ്രസർ വാറന്റി ആണ്. കംപ്രസർ വാറന്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബ്രാൻഡ്സിനെ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്നാന്ന് വെച്ചാൽ ഇതിൽ പാർട്സ് ഡാമേജ് ആയാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ പാർട്സ് റിപ്ലേസ് ചെയ്യും. നെക്സ്റ്റ് PCB വാറന്റി. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാന്ന് വെച്ചാൽ കുറെ ബ്രാൻഡ്സ് 5 years വാറന്റി മാത്രമേ തരൂ. സോ കൂടുതൽ വാറന്റി ഉള്ളത് ചൂസ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എനിക്കൊന്നും ഇല്ല. എല്ലാം ചോദിച്ചു, പക്ഷേ മെയിന്റനൻസിനെ കുറിച്ച് മറന്നുപോയി. നിങ്ങൾ റെഗുലർ ആയിട്ട് ഏസീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എവറി 15 ഡേയ്സിന് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യണം. ആൻഡ് ഇയർലി ട്വൈസ് ഡീപ് ക്ലീനിങ് ചെയ്യിപ്പിക്കണം. അതും സമ്മർ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ്, സമ്മർ കഴിഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാൽ മതി. ആൻഡ് ടെമ്പറേച്ചറിനെ നിന്നെ പോലെ ഡയറക്റ്റ് 16 to 18 ഡിഗ്രീസിൽ വെച്ച് യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എ സിയുടെ മേളിൽ കൂടുതൽ പ്രഷർ വീണ് എ സി കേടാവും. സോ മാക്സിമം 24 to 25 ഡിഗ്രീസ് വെച്ച് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 24? അപ്പൊ റൂം കൂളാൻ ഒത്തിരി സമയം എടുക്കത്തില്ലേ? അങ്ങനെയൊന്നും ഇല്ല. റൂം ഫാസ്റ്റ് ആയിട്ട് കൂളാവണമെങ്കിൽ ടർബോ മോഡ്, വിരാട് മോഡ്, ഫാസ്റ്റ് മോഡ്, ഇത് നമുക്ക് ബ്രാൻഡ്സിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടിരിക്കും. സോ ഇത് യൂസ് ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 24 ഷിഫ്റ്റ് ആവാം. സോ ഇത് കാരണം എ സി പെർഫോമൻസ് ഇൻക്രീസ് ആവും. അത് മാത്രമല്ലാതെ ലോങ് ടൈമിലും ഒരു പ്രോബ്ലം കാണത്തില്ല. സോ ഈ ഫീച്ചേഴ്സ് ഉള്ള എ സിയുടെ ലിങ്ക്സ് എല്ലാം കാറ്റഗറി വൈസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ എ സിയുടെ എല്ലാ ഫീച്ചേഴ്സും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത് കാരണം നിങ്ങൾക്ക് എ സി മേടിക്കണമെന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഞാൻ പേഴ്സണൽ ആയിട്ട് റിപ്ലൈ തരാം. See you in the next video.